പരിശുദ്ധ ഖുർആൻ നരകത്തെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥ എന്തറിയോ? ഇല്ലാ ഹമീമൻ വഗസ്സാഖ, അതികഠിനമായ ചൂടും അതികഠിനമായ ശൈത്യവുമാണ് നരകത്തിൽ ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൗരയൂഥത്തിൽ നിന്ന് ഒരു 100 പ്രകാശവർഷം അകലെ 141 K2 141b എന്ന് പറയുന്ന ഒരു ഗ്രഹം കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗ്രഹത്തെ ശാസ്ത്രലോകം വിളിക്കുന്നത് ഹെൽ പ്ലാനറ്റ് എന്നാണ്. അതാണ് നരകമെന്നല്ല പറഞ്ഞു തരുന്നത്. ശാസ്ത്രം ആ ഗ്രഹത്തെ വിളിക്കുന്നത് ഹെൽ പ്ലാനറ്റ്, നരകഗ്രഹം എന്നാണ്. അതിന്റെ കാരണം അതിന്റെ ഒരു ഭാഗത്ത് 100 കിലോമീറ്ററോളം 100 മൈലോളം ആഴമുള്ള മാഗ്മയുടെ കടലാണ്, തീയിന്റെ കടലാണ്, തീയിന്റെ ഓഷ്യനാണ്. മറ്റേ ഭാഗത്തുള്ളത് അതികഠിനമായ ശൈത്യത്താൽ ഉറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമായി നമ്മുടെ മുന്നിൽ ഇങ്ങോട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആ നരകത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ ഫീ സമൂമിൻ വഹമീം വദുല്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. ഇടതുപക്ഷത്തിന്റെ ആളുകൾ, ഇടതുഭാഗത്തിന്റെ ആളുകൾ അവരെവിടെയായിരിക്കും? കത്തിജ്വലിക്കുന്ന അഗ്നിയിലായിരിക്കും, പുക കൊണ്ടുള്ള തണലിലായിരിക്കും. ലാ ബാരിദിൻ വലാ കരീം, അവിടെ തണുപ്പോ ആ തണൽ ഒരിക്കലും തണുപ്പോ മാന്യതയോ ആയിരിക്കില്ല. അല്ലാഹുവിന്റെ വാക്കുകളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിച്ചുകൊള്ളുക, അതിൽ നിന്ന് രക്ഷ നേടിക്കൊള്ളുക. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ തീയിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. നരകാഗ്നിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. മൂന്നാമതായി നരകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ആ നരകത്തിന്റെ ആഴത്തെക്കുറിച്ചാണ്. ഒരു കല്ല് ആ നരകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ കല്ല് നരകത്തിന്റെ അടിത്തളത്തിലേക്ക് പതിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, എണ്ണമറ്റ മനുഷ്യർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെ ഒരു വലിയ ജനവിഭാഗം ജിന്നുകളെയൊക്കെ നരകത്തിൽ ഇങ്ങോട്ടിട്ട് ആ നരകത്തിലുള്ള ആളുകൾ മുഴുവൻ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പടച്ചോ നരകത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ഹലിം തലഅത്, ഹലിം തലഅത്, നീ നിറഞ്ഞോ? നിനക്ക് മതിയായോ? നിന്റെ സ്ഥലം മുഴുവനുമായോ എന്ന് ചോദിക്കുമ്പോ നരകം തിരിച്ച് അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടെന്നറിയോ? ഹൽ മിൻ മസീദ് യാ റബ്ബി, ഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയും എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഇനിയും ബാക്കിയുണ്ടോ? ഞാൻ പ്രവിശാലമാണ് എന്ന് നരകം തിരിച്ച് അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഭയാനകമാണ്.